ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്നാൽ ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അതായത് നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സിലെ മെമ്പേഴ്സിനെ നമ്മൾക്ക് മറ്റൊരു ക്ലാസ്സിൽ ആവശ്യമുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ നിന്നും പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായി ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സിനെ ബേസ് ക്ലാസ് എന്നും രണ്ടാമതായി ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സിനെ ഡിറൈവ്ഡ് ക്ലാസ് എന്നും പറയുന്നു. ഉദാഹരണമായി ഇവിടെ സി പോളിഗൺ എന്നൊരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും മറ്റ് രണ്ട് ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. അതായത് സി റെക്ടാങ്കിൾ, സി ട്രയാങ്കിൾ. ഇവിടെ സി പോളിഗൺ എന്ന് പറയുന്ന ക്ലാസ് ആണ് ബേസ് ക്ലാസ്. ഇവിടെ പുതുതായി ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ നിന്നും പുതുതായി ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന മറ്റ് ക്ലാസ്സിനെ ഡിറൈവ്ഡ് ക്ലാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ സിന്റാക്സ് ഇതേ രീതിയിലാണ്. ക്ലാസ്, ഡിറൈവ്ഡ് ക്ലാസ് നെയിം, കോളൻ, പബ്ലിക് ഓർ പ്രൈവറ്റ്, ബേസ് ക്ലാസ് നെയിം. ഡിറൈവ്ഡ് ക്ലാസ് നെയിം എന്നാൽ പുതുതായി ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്. പബ്ലിക് ഓർ പ്രൈവറ്റ് ഓർ പ്രൊട്ടക്റ്റഡ് എന്ന് നൽകുന്നത് പബ്ലിക് എന്നാൽ ഡിറൈവ്ഡ് ബേസ് ക്ലാസ്സിലെ അല്ലെങ്കിൽ നമ്മൾ ആദ്യമായി ക്രിയേറ്റ് ചെയ്യുന്ന മെയിൻ ക്ലാസ്സിലെ എല്ലാ പബ്ലിക് മെമ്പേഴ്സിനെയും ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ എങ്ങനെയാണ് ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിലെ മെമ്പേഴ്സിനെ രണ്ടാമത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിൽ എങ്ങനെ ആക്സസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രോഗ്രാം നമ്മൾക്ക് ചെയ്തു നോക്കാം. ഇവിടെ ഇൻഹെറിറ്റൻസിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യമായി ഒരു ക്ലാസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്, ക്ലാസ് ഡിപ്പാർട്ട്മെന്റ്. ഇതിലെ പ്രൈവറ്റ് മെമ്പേഴ്സാണ് ഡിപ്പാർട്ട്മെന്റ് നമ്പർ, ഡിപ്പാർട്ട്മെന്റ് നെയിം. പബ്ലിക് ഫംഗ്ഷനാണ് ഗെറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ ഈ ഒരു ഫംഗ്ഷന്റെ പ്രത്യേകത നോക്കുക. ഈ ഫംഗ്ഷൻ ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് ക്ലാസ്സിന് പുറത്ത് ഡിഫൈൻ ചെയ്യുന്നില്ല. അതിനാൽ ഇവിടെ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്ററോ ക്ലാസ്സിന്റെ പേരോ ആവശ്യമില്ല. ക്ലാസ്സിന് പുറത്ത് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഡാറ്റ ടൈപ്പ്, ക്ലാസ് നെയിം, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, ഫംഗ്ഷൻ നെയിം ഈ സിൻടാക്സിലായിരിക്കും പറയേണ്ടത്. ഇവിടെ ക്ലാസ്സിനകത്ത് തന്നെ ഡിഫൈൻ ചെയ്തതിനാൽ ഡാറ്റ ടൈപ്പും ഫംഗ്ഷൻ നെയിമും മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ എൻ്റർ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്ന വേരിയബിളിലേക്കും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് നെയിം എൻ്റർ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അടുത്തതായി ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. ഡിപ്പാർട്ട്മെന്റ് നമ്പറും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് നെയിം ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതോടെ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി അടുത്തതായി പുതിയതായി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്, ക്ലാസ് എംപ്ലോയി, EMP. ഈ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നാണ്. അതിനാലാണ് ഇവിടെ ഫുൾ കോളൻ പബ്ലിക് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഡിപ്പാർട്ട്മെന്റ് ക്ലാസ്സിലെ എല്ലാ പബ്ലിക് മെമ്പേഴ്സിനെയും നമ്മൾക്ക് EMP എന്ന് പറഞ്ഞ ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ പ്രൈവറ്റ് മെമ്പേഴ്സായി എംപ്ലോയി നമ്പറും എംപ്ലോയി നെയിമും പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ഗെറ്റ് എംപ്ലോയി, ഗെറ്റ് EMP എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ എൻ്റർ ചെയ്യുന്ന എംപ്ലോയി നമ്പർ EMP NO എന്ന് പറയുന്ന വേരിയബിളിലേക്കും അതേപോലെ തന്നെ നെയിം EMP നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യുന്നു. EMPയിൽ തന്നെ ഡിസ്പ്ലേ EMPക്കകത്ത് എംപ്ലോയിയുടെ നമ്പറും നെയിമും ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി ഈ ക്ലാസ്സും ക്ലോസ് ചെയ്തു. ഇവിടെ EMP എന്ന് പറയുന്ന ഈ ന്യൂ ക്ലാസ് അല്ലെങ്കിൽ പുതുതായി ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് ആണ് ഡിറൈവ്ഡ് ക്ലാസ്. എന്നാൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ക്ലാസ് ആണ് ബേസിക് ക്ലാസ്. അതായത് ഡിപ്പാർട്ട്മെന്റ് ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾക്ക് EMP ക്ലാസ്സിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് മെയിൻ ഫംഗ്ഷനിൽ ഏതാണോ ഡിറൈവ്ഡ് ക്ലാസ് ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതിയാവും. അതായത് ബേസ് ക്ലാസിന്റെ എല്ലാ ഒബ്ജക്റ്റും ഡിറൈവ്ഡ് ക്ലാസ്സിൽ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനാൽ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇവിടെ EMP എന്ന ക്ലാസ് ആണ് നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്, അതായത് രണ്ടാമതായി ക്രിയേറ്റ് ചെയ്ത ക്ലാസ്. ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റ് നമ്മളിവിടെ മെയിൻ ഫംഗ്ഷനകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനി ഈ ഡോട്ട് ഗെറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഗെറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് ക്ലാസ്സിലെ ഫംഗ്ഷനാണ്. എന്നാൽ ഇത് എംപ്ലോയി ഒബ്ജക്റ്റിന്റെ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മളിവിടെ കോൾ ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഗെറ്റ് എംപ്ലോയി ക്ലാസ്സിലെ തന്നെ ഫംഗ്ഷനാണ്. അടുത്തതായി ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെന്റ് എന്നത് ഡിപ്പാർട്ട്മെന്റ് ക്ലാസ്സിലെ ഫംഗ്ഷനാണ്. ഇത് എംപ്ലോയി ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ കോൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഡിസ്പ്ലേ EMP. ഇങ്ങനെ ഒരു ക്ലാസ്സിലെ മെമ്പേഴ്സിനെ മറ്റൊരു ക്ലാസ്സിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻഹെറിറ്റൻസ്.
ഇവിടെ നമ്മൾക്ക് ഈ പ്രോഗ്രാം എന്ന് റൺ ചെയ്യാം. ഡിപ്പാർട്ട്മെന്റ് നമ്പർ എൻ്റർ ചെയ്യുന്നു, അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് നെയിം എൻ്റർ ചെയ്യുന്നു, അതേപോലെ തന്നെ എംപ്ലോയി നമ്പർ എൻ്റർ ചെയ്യുന്നു, അതേപോലെ തന്നെ നെയിം എൻ്റർ ചെയ്യുന്നു. ഡീറ്റെയിൽസ് ഇവിടെ ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. അടുത്തതായി മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഒന്നിൽ കൂടുതൽ ക്ലാസ്സിൽ നിന്നും ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഉദാഹരണമായി ക്ലാസ് റെക്റ്റാങ്കിൾ എന്ന ക്ലാസ്സിൽ നിന്നും പോളിഗൺ എന്ന ക്ലാസും അതേപോലെ തന്നെ സി ഔട്ട്പുട്ട് എന്ന ക്ലാസും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ ഒരു പ്രോഗ്രാം നമ്മൾക്ക് ചെയ്ത് നോക്കാം. ഇന്ന് ഇവിടെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ ഒരു പ്രോഗ്രാം നമുക്ക് നോക്കാം. അതായത് ഒന്നിൽ കൂടുതൽ ക്ലാസ്സിൽ നിന്നും ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ആദ്യമായി ഇവിടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ ഗെറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇതിലെ മെമ്പേഴ്സിന് ഡാറ്റ എൻ്റർ ചെയ്യുന്നു. ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെന്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ആ ഡാറ്റ നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നു. ഇതോടെ ഈ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. അടുത്തതായി ജോബ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതും സെപ്പറേറ്റ് ഒരു ക്ലാസ് ആണ്. ഇതിലെ മെമ്പേഴ്സിന് ഗെറ്റ് ജോബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇതിലെ മെമ്പേഴ്സിന് വാല്യൂ എൻ്റർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഡിസ്പ്ലേ ജോബ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇതിലെ മെമ്പേഴ്സിന്റെ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി മൂന്നാമതൊരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ക്ലാസ് EMP. ഇത് രണ്ട് ക്ലാസ്സിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് EMP എന്ന് പറഞ്ഞ ഡിറൈവ്ഡ് ക്ലാസ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്നും അതേപോലെ തന്നെ ജോബ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്നുമാണ്. ഇതിന്റെ സിന്റാക്സ് ഇതേ രീതിയിലാണ്. ഒന്നിൽ കൂടുതൽ ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ കോമ ഉപയോഗിച്ച് ഇവിടെ ഇതേ രീതിയിൽ ആഡ് ചെയ്താൽ മതി. ഇനി EMP എന്ന് പറയുന്ന ക്ലാസ് ആണ് ഇവിടുത്തെ ഡിറൈവ്ഡ് ക്ലാസ്. അതായത് EMP എന്ന് പറയുന്ന ക്ലാസിന്റെ ഓബ്ജക്റ്റ് കൊണ്ട് നമ്മൾക്ക് മറ്റ് രണ്ട് ക്ലാസിന്റെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനാൽ മെയിൻ ഫംഗ്ഷനകത്ത് എംപ്ലോയി ക്ലാസിന്റെ ഓബ്ജക്റ്റ് മാത്രമേ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻസും ജോബ് ക്ലാസ്സിലെ ഫംഗ്ഷൻസും എംപ്ലോയി ക്ലാസ്സിലെ ഫംഗ്ഷൻസും ഇവിടെ എന്ന് പറയുന്ന ഓബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി കോൾ ചെയ്തിരിക്കുന്നു.